ഓക്കെ. അപ്പോൾ നമുക്ക് തീരാൻ ബാക്കിയുള്ളത് ആ സംഭവങ്ങളാണ്. അതായത് ഫോണറ്റിക്സ് കുറച്ചൊരു 2 ക്ലാസ്സിനും കൂടി ഫോണറ്റിക്സ് ബാക്കിയുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ലിറ്ററേച്ചർ സെക്ഷൻ കുറച്ച് ബാക്കിയുണ്ട്. ഇന്ന് ലിറ്ററേച്ചർ പോയംസ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഇത് നോക്കിയിട്ടില്ല, പ്രോസ് നോക്കിയിട്ടില്ല, അതേപോലെ തന്നെ ഐറിഷ് ലിറ്ററേച്ചർ നോക്കിയിട്ടില്ല, പിന്നെ ആഫ്രിക്കൻ ലിറ്ററേച്ചർ നോക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് പോർഷൻസ് ബാക്കിയുണ്ട്. അത് ഈ ഒരു 31-ാം തീയതി ആകുമ്പോഴേ തീരുമെന്നാണ് വിചാരിക്കുന്നത്. തീരട്ടെ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് എൻ്റെ പ്ലാനിങ് എന്താ വെച്ചാൽ നമ്മുടെ ലിറ്ററേച്ചർ പോർഷൻ കുറച്ച് പെൻഡിങ് ഉണ്ട്. കുറച്ച് നമ്മൾ ഓൾമോസ്റ്റ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ റൊമാൻറ്റിക് റൈറ്റേഴ്സ് എത്തിയോ? റൊമാൻറ്റിക് റൈറ്റേഴ്സിന് എത്തിയിട്ടുണ്ടോ? പക്ഷെ ഓർത്ത് നോക്കിയാൽ എനിക്ക് ഓർമ്മയില്ല ഇവിടെ എത്തിയെന്ന്. നമ്മൾ ഇവിടെ എത്തിയെന്ന് എനിക്ക് ഓർമ്മയില്ല. റൊമാൻറ്റിക് റൈറ്റേഴ്സ് തുടങ്ങി നമ്മൾ. ഞാൻ ഇത് ഷെയർ നമുക്ക് മനസ്സിലാവും കേട്ടോ. ലിസ്റ്റ് നോക്കിയാൽ മതി. എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് എവിടെ എത്തിയത് നമ്മൾ ആ സെക്ഷനിൽ. ഒറ്റ മിനിറ്റ്. നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞു. നമ്മൾ രജിസ്ട്രേഷൻ ഏജ് കഴിഞ്ഞു. ഡ്രൈഡനൊക്കെ കഴിഞ്ഞിട്ട് ഓർമ്മ അല്ലേ? ഡ്രൈഡനൊക്കെ കഴിഞ്ഞു എന്നല്ലേ? കഴിഞ്ഞു നമ്മൾ ഡ്രൈഡനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഡ്രൈഡൻ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഏതാ കഴിഞ്ഞു നമ്മൾ? പിന്നെ അലക്സാണ്ടർ പോപ്പ് കഴിഞ്ഞോ? ഏജ് ഓഫ് എൻലൈറ്റ്മെൻറ്റ്, ന്യൂ ക്ലാസിക്കൽ ഏജ് എത്തി തോന്നുന്നു അല്ലേ? പോപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സ്വിഫ്റ്റിൻ്റെ വർക്ക് പറഞ്ഞു. സാമുവൽ ജോൺസൺ പറഞ്ഞു. ജോസഫ് എഡിസൺ പറഞ്ഞു. അഡിസണും സ്റ്റീലും പറഞ്ഞോ? പീരിയോഡിക്കൽസിൻ്റെ പറഞ്ഞല്ലേ? പിന്നെ റൊമാൻറ്റിക് ഏജ് തുടങ്ങി നമ്മൾ. എനിക്ക് തോന്നുന്നു റൊമാൻറ്റിക് ഏജ് ഒന്ന് തുടങ്ങാതെ തോന്നുന്നു അല്ലേ? റൊമാൻറ്റിക് ഏജ് ഒന്ന് തുടങ്ങാതെ നമുക്കിനി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിനെ തോന്നുന്നു. റൊമാൻറ്റിക് ഏജ് മുതലാണ് തുടങ്ങാതെ ഇനി അല്ലേ? ആണ് എന്നാണ് എൻ്റെ ഓർമ്മ അല്ലേ? റൊമാൻറ്റിക് ഏജ് മുതൽ തന്നെയാണ്. അത് നമ്മൾ തുടങ്ങാം നമുക്ക് കേട്ടോ. റൊമാൻറ്റിക് ഏജ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് റൊമാൻറ്റിക് ഏജ് അല്ലെങ്കിൽ റൊമാൻറ്റിസം എന്ന് പറയുന്ന ആ ഒരു ടേം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഏജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ റൊമാൻറ്റിക് ഏജ്, ഓൾസോ നോൺ ആസ് റൊമാൻറ്റിസിസം, വാസ് എ ലിറ്റററി മൂവ്മെൻറ്റ് ദാറ്റ് എമേർജ്ഡ് ഇൻ ദ ലേറ്റ് 18th century ആൻഡ് ലാസ്റ്റഡ് അൺടിൽ ദ മിഡ് 19th century ഇൻ യൂറോപ്പ് ആൻഡ് അമേരിക്ക. യൂറോപ്പിയൻ കൺട്രീസാണ്, ബ്രിട്ടനൊക്കെ പോയി കേട്ടോ. യൂറോപ്പിനും അമേരിക്കയിലും ഓൾമോസ്റ്റ് 19th century ഫസ്റ്റോട് കൂടി, അല്ലെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് 19th century തന്നെയാണ് 792 തുടങ്ങുന്നത്. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് this move it is started in the 18th century. Late 18th century. What is it? Late 18th century എന്താണ്? What's in the late 18th century? 18th century അവസാനത്തിൽ, ബിക്കോസ് ദ റൊമാൻറ്റിക് പീരീഡ് സ്റ്റാർട്ട് ഫ്രം 1798 ബൈ ദ പബ്ലിക്കേഷൻ ഓഫ് ദ ലിക്വിഡ് ബലാഡ്സ്. നമുക്കറിയാം ലിക്വിഡ് ബലാഡ്സിൻ്റെ പബ്ലിക്കേഷൻ കൂടെ എന്ത് ചെയ്ത് നമ്മൾ നമ്മുടെ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ റൊമാൻറ്റിസം എന്ന് പറയുന്ന സാധനം സ്റ്റാർട്ട് ചെയ്യുന്ന അപ്പോഴാണ്. ആൻഡ് അണ്ടിൽ ദ മിഡ് 19th century അല്ലേ? വിക്ടോറിയൻ പീരീഡ് വരുന്നത് വരെ എന്തായിരുന്നു? റൊമാൻറ്റിക് പീരീഡ് ആയിരുന്നു. ആ ഒരു രണ്ട് ഇതിൻ്റെയും ഇടയിൽ വരുന്ന സാധനം. ഓക്കെ, റൊമാൻറ്റിക് പീരീഡ് തുടങ്ങി. 1937 തോന്നുന്നു നമ്മുടെ കിങ് വിക്ടോറിയ മരിക്കുന്നത്. കിങ് വിക്ടോറിയ അതിനകത്ത് എത്തുന്നത്. സോ ഫ്രം ദെയർ ഓൺവേർഡ്സ് വിക്ടോറിയൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ദിസ് മൂവ്മെൻറ്റ് എംഫസൈസ്ഡ് ദ ഇമോഷണൽ, ഇമാജിനേറ്റീവ് ആൻഡ് പേഴ്സണൽ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ് ആൻഡ് റിജക്റ്റഡ് ദ റാഷണലിസം ആൻഡ് റെസ്ട്രെയിൻറ്റ് ഓഫ് ദി എൻലൈറ്റൻമെൻറ്റ്. വി നോ ദാറ്റ് എൻലൈറ്റൻമെൻറ്റ് പീരീഡ് ഓർ നിയോ ക്ലാസിക്കൽ പീരീഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? They give the
they give importance to the rationalism and restraint of the enlightenment. അത് അവർ കൊടുത്തിരുന്ന ഇമ്പോർട്ടൻസ് എന്തിനായിരുന്നു, നമ്മുടെ നമ്മുടെ റിലീജിയസ് കാര്യങ്ങൾക്ക്, അതുപോലെ തന്നെ ഒരുപാട് റെസ്ട്രെയിൻഡ് ഇമോഷൻസിന് ഇവരെന്ത് കൊടുത്തിരുന്നത്, ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. they don't consider the emotions of normal people, or they don't consider emotions of normal man, and they don't consider emotions or imagination as a medium of poetry. So emotion and individualism. Romantic writers emphasized the expression of personal emotion and individual experience, often drawing romantic writers emphasize the expressions of personal emotion and individual experience, often drawing or intense feelings like love, melancholy and longing. അല്ലേ, അവർ കൊടുത്തിരുന്ന ഇമോഷൻസ് എന്തായിരുന്നു, they focused on not human emotion, rather than they focused on the emotions of aristocratic people or the enlightened people or the religious something. Okay, so instead of that they gave the importance of what human emotions like love, melancholy and longing. Then nature is the one of the main important part of what that romantic era. The romanticists celebrated the beauty and power of nature, seeing it as a source of inspiration, wonder and hearing. നമുക്കറിയാം romantic writers have chosen what the beauty and power of nature. They celebrated the beauty of power and nature in their works, seeing it as a source of inspiration, wonder and healing. Why? Because they see that it's a source of what healing or inspiration or wonder. Then imagination and creativity, you know that they wrote the poetry by imagining something. Then focus on the past and medievalism. The romantic movement was also marked by an interest in the past, particularly the medieval era. അതായത് ഗ്രീക്ക് ക്ലാസിസും ഒക്കെ അവർ ഭയങ്കര ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആരെ, നമ്മുടെ റൊമാൻറ്റിക് റൈറ്റേഴ്സിനെ. ദെൻ ഫോക്കസ് ഓൺ പാസ്റ്റ്, ദാറ്റ്സ് ഓൾ. Some of the major romantic poets and writers include William Wordsworth, Samuel Taylor Coleridge, John Keats, Percy Bysshe Shelley, Lord Byron and William Blake. These are the famous romantic writers at that time. Then these writers produced some of the greatest work of English literature, including Wordsworth, Lyrical Ballads, Coleridge, The Rime of the Ancient Mariner, Keats' Ode to Nightingale, Shelley's Ozymandias and Byron's Don Juan. ഇവരുടെ ഫേമസ് വർക്കുകൾ നമ്മൾ താഴെ പറഞ്ഞ് ഇതൊക്കെയാണ് കേട്ടോ. Then we are going to discuss about William Blake in detail. ഇവരൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ എവിടെ നിന്നും ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം, അതുകൊണ്ടാണ് നമ്മളിത് നോക്കണം പറഞ്ഞത്. വില്യം ബ്ലേക്ക് ആരാണ്? വില്യം ബ്ലേക്ക് വാസ് എൻ ഇംഗ്ലീഷ് പോയറ്റ്, പെയിൻറ്റർ ആൻഡ് പ്രിൻറ്റ് മേക്കർ ഹൂ ലീവ് ഫ്രം 1757 to 1827. ഡേറ്റ് ഓഫ് ബർത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. 1787 മുതൽ 1827 വരെയാണ് വില്യം ബ്ലേക്കിൻ്റെ ആ ഒരു ജീവിതകാലം. He is considered one of the most important figures of the Romantic age, and his work continues to influence literature, art and culture in this day. Some of his important works include Songs of Innocence and Experience. ഇതൊന്നും ഇമ്പോർട്ടൻറ്റ് വർക്ക്സുകളല്ല, പക്ഷേ ഇമ്പോർട്ടൻറ്റ് വർക്ക്സുകൾ പക്ഷേ എന്താ 1 by 1 ഡേറ്റ് ആയിട്ട് നോക്കി പോകേണ്ട ആവശ്യമുള്ള വർക്കുകളല്ല. ജസ്റ്റ് ഇവരെക്കുറിച്ച് ഐഡിയ മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി. ഫസ്റ്റ് വൺ സോങ്സ് ഓഫ് ഇന്നസെൻസ് ആൻഡ് ഓഫ് എക്സ്പീരിയൻസ്. നെക്സ്റ്റ് വൺ The Marriage of Heaven and Hell. Third one Jerusalem. Fourth one The Tiger. Okay, what is Songs of Innocence and Experience? This is a collection of poems and illustrations that explore the themes of childhood, innocence and experience. ഇതിൽ പറയുന്നത് ചൈൽഡ്ഹുഡിൻ്റെ നമ്മുടെ ചൈൽഡ്ഹുഡിൽ കുട്ടിക്ക് ഉണ്ടാകുന്ന ഇമോഷൻസും ഇമ്പോർട്ടൻസ് ഒക്കെയാണ് എന്ത് പറയുന്നത് ഈ വർക്കിൽ പറഞ്ഞു പോകുന്നത്. The poem is accompanied by William Blake's own illusions, and the collection is considered one of his most significant works. The next one, The Marriage of Heaven and Hell. This is a collection of poems and prose that challenge the conventional ideas of good and evil and explores the relation between the physical and spiritual world. അതായത് ഗുഡും ആ സമയത്തുണ്ടായിരുന്ന ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്ന ഗുഡും എവിളും, അതായത് നമ്മളൊരു നല്ല ചെയ്താൽ നമുക്ക് സ്വർഗം കിട്ടും, തിന്മ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നരകം കിട്ടും. ആ സിസ്റ്റം ഒന്നുണ്ടായിരുന്നു. സോ ഹി എക്സ്പ്ലോർസ് ദാറ്റ് തിങ്സ്. Then next one, Jerusalem. The emanation of the giant Albion. This epic poem is considered one of the Blake's greatest works. It tells the story of Albion, a mythological figure who represents humanity and his journey to find spiritual
enlightenment. The next one, the tiger. Tiger ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് വർക്ക് കേട്ടോ. ടൈഗറാണ്. This is one of Blake's most famous poems which explores the nature of creation and the divine. It is a part of his songs of experience collection. So ടൈഗർ എന്ന് പറഞ്ഞ പോയം ഏതാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? സോങ്സ് ഓഫ് എക്സ്പീരിയൻസ് പറഞ്ഞ കളക്ഷനിലാണ് ഈ പോയം ഉൾപ്പെട്ടിട്ടുള്ളത്. ഓർത്ത് വെക്കാൻ മറന്നു പോകണ്ട. So next one we are going to discuss about William Wordsworth. Important point because he and S.T. Coleridge started the romantic movement in the English literature. So William Wordsworth was a major English romantic poet who lived from 1770 to 1850. He is known for his celebration of nature, his emphasis on the emotions and experiences of the individual, and his rejection of the formal, artificial style of poetry that was popular in his time. Some of his famous works include Lyrical Ballads. First important work is Lyrical Ballads. This collection of poems, co-authored with Samuel Taylor Coleridge, is considered a landmark in English literature. It included some of Wordsworth's most famous poems such as Tintern Abbey, The Rime of the Ancient Mariner, and lines written a few miles about Tintern Abbey. അത് ടിൻഡൻ ആബിയുടെ വേറെ പേരാണ് കേട്ടോ, മറന്നുകൊണ്ട. സോ വേർഡ്സ്വർത്തിൻ്റെ ഏറ്റവും ഫേമസ് പോയമായ ടിൻഡൻ ആബിയും ആൻഡ് കോളേജിൻ്റെ ഏറ്റവും ഫേമസ് പോയമായ റൈം ഓഫ് ദി ആൻഷ്യന്റ് മറൈനറും ഉൾപ്പെടുത്തിയിട്ടുള്ള ടെക്സ്റ്റാണിത്, ഈ ലിറിക്കൽ ബാലഡ്സ് എന്ന് പറയുന്ന ടെക്സ്റ്റ്. സോ ഇൻ ദാറ്റ് ടെക്സ്റ്റ് 19 poems were written by whom? William Wordsworth. And 4 poems were written by whom? S.T. Coleridge. ഇങ്ങനെയാണ് ഒരു കളക്ഷനിൽ വരുന്ന ഡിവിഷൻ. നമ്പർ ഓഫ് പോയിംസിൻ്റെ ഡിവിഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ, മറന്നു പോകണ്ട. Then the collection of notable for its focus on experience and emotions of ordinary people and its use of simple natural language. The next one, the prelude. ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകണ്ട. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ദ പ്രില്യൂഡ്, ബിക്കോസ് ഇറ്റ്സ് എൻ ഓട്ടോബയോഗ്രഫി വർക്ക് ഓഫ് വില്യം വേർഡ്സ്വർത്ത്. വില്യം വേർഡ്സ്വർത്തിൻ്റെ ചൈൽഡ്ഹുഡും അയാളുടെ ഒരു എമർജൻസി ഒക്കെ അതൊരു വർക്കാണത് ദ പ്രില്യൂഡ് എന്ന് പറയുന്ന ഈ വർക്ക്. ആൻഡ് ദ അനദർ നെയിം ഫോർ ദിസ് വർക്ക് ഈസ് പോയം ടു കോൾറിഡ്ജ്. മറന്നു പോകണം കേട്ടോ. ദിസ് ഈസ് an autobiography poem that praises Wordsworth's development as a poet and his relationship with nature. It is considered one of his greatest works and is often referred to as a masterpiece of English literature. ഷൂട്ടിങ്ങിന് മാസ്റ്റർപീസ് എന്ന് പറയുന്ന വർക്കും കൂടിയാണ് അത് നമ്മുടെ പ്രലൂഡ് എന്ന് പറയുന്ന വർക്ക്. ഇറ്റ്സ് മാഗ്നം ഓപ്പസ് ഓഫ് വില്യം വേർഡ്സ്വർത്ത്. വില്യം വേർഡ്സ്വർത്തിൻ്റെ മാഗ്നം ഓപ്പസ് എന്ന് പറയാൻ പറ്റുന്നൊരു വർക്ക് കൂടിയാണ് എന്ത് നമ്മുടെ ഈ ഏത് വർക്ക്? ദ പ്രലൂഡ് എന്ന് പറയുന്ന ഈ ഒരു വർക്ക്. ഓഡ് ഇൻറ്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി. വാട്ട്സ് വിച്ച് വർക്ക്? ദിസ് എ പോയം ദാറ്റ് എക്സ്പ്ലോർസ് ദ ലോസ് ഓഫ് സെൻസ് ഓഫ് വണ്ടർ ആൻഡ് ജോയ് ദാറ്റ് ചിൽഡ്രൻ എക്സ്പീരിയൻസ് ആസ് ദേ ഗ്രോ അപ്പ്. അല്ലേ, ഇതൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ കുട്ടികൾ വലുതാവുന്ന സമയത്ത് അവർ നഷ്ടപ്പെട്ടു പോകുന്ന സെൻസ് ഓഫ് വണ്ടർ ആൻഡ് ജോയിയെ കുറിച്ച് പറയുന്ന വർക്കാണ് എന്ത്? ഈ ഓഡ് ഇൻറ്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്ന ഈ വർക്ക്. ഇറ്റ് ഇസ് കൺസിഡേർഡ് വൺ ഓഫ് വേർഡ്സ്വർത്ത് മോസ്റ്റ് പവർഫുൾ ആൻഡ് മൂവിംഗ് വർക്ക്സ്. ദ നെക്സ്റ്റ് വൺ, ദ എക്സ്കർഷൻ. This is a long poem that explores that lives or experience of ordinary people living in the Lake District, a region that was source of inspiration for Wordsworth. ഈ വർക്ക് ചെയ്താൽ കാരണം വെച്ചാൽ അയാളുടെ ലേക്ക് ഡിസ്ട്രിക്റ്റിൽ ആളുകൾ ജീവിക്കുന്ന അവിടെയുള്ള ആളുകളുടെ ജീവിതവും അതുപോലെ തന്നെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ പറഞ്ഞൊരു വർക്കാണെന്ത് നമ്മുടെ ഈ എക്സ്കർഷൻ എന്ന് പറയുന്ന വേർഡ്സ്വർത്തിൻ്റെ ദിസ് വർക്ക്. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകണ്ട. നെക്സ്റ്റ് വൺ, ടിൻഡൻ ആബി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇടക്കിടക്ക് അതിന് ടിൻഡൻ ആബി എന്ന് പറഞ്ഞ ടെക്സ്റ്റിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ടിൻഡൻ ആബിൻ്റെ 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലൈൻ എന്നിട്ട് ഏത് വർക്കെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഓൾസോ ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ ടിൻഡൻ ആബി ഈസ് എ പോയം റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്ത് ആൻഡ് പബ്ലിഷ്ഡ് ഇൻ 1798 ആസ് എ പാർട്ട് ഓഫ് ദി ലിറിക്കൽ ബാലഡ്സ്. ലിറിക്കൽ ബാലഡ്സിൻ്റെ പാർട്ടായിട്ടുണ്ട് ഈ ഒരു വർക്കും പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. Collections, which he co-authored with Samuel Taylor Coleridge. The poem is considered a quintessential example of romantic poetry, and it explores themes of memory, nature, and the relation between the individual and the larger world. ഈ ടെക്സ്റ്റ് പറയുന്നത് എന്താ വെച്ചാൽ നേച്ചറിനെ കുറിച്ചാണ് ഇയാൾ കാര്യമായിട്ട് പറയുന്നത്. ദ സെറ്റിംഗ് ഓഫ് ദിസ് പോയം ഈസ് വൈ റിവർ. റിവർ വൈ ഇൻ ഇംഗ്ലണ്ട് അല്ലേ, വൈ റിവർ എന്ന് പറയുന്ന റിവറാണ് ഇംഗ്ലണ്ടിലെ വൈ റിവർ എന്ന് പറയുന്ന ഒരു റിവറിൻ്റെ ഒരു തീമാണ് എന്ത് വരുന്നത് നമ്മുടെ ഈ ടെക്സ്റ്റിന് വരുന്നത്. The poem is considered a quintessential example of romantic poetry, and it explores themes of memory, nature, and the relation between the individual and the larger world. The poem describes Wordsworth's return to the ruins of Tintern Abbey, a Cistercian monastery located in the Wye Valley of Wales. വെയിൽസിൻ്റെ വൈ വാലി ഓഫ് വെയിൽസ് എന്നാണ് വെയിൽസ് വാലി. വെയിൽസ് എന്ന് നമ്മൾ നിങ്ങളുടെ സ്ഥലമാണ്. ആ വെയിൽസ് വാലിയുടെ അടുത്തൊരു സ്ഥലമാണ് എന്ത് വൈ. So a river is flowing in the Wye, so that's why it's called river Wye River.
He had visited the area as a young man and was deeply moved by the beauty and power of the natural world. ഇയാളുടെ സിസ്റ്ററായ ദൊറോത്തി വേർഡ്സ്വർത്തുമായിട്ട് അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഒരിക്കൽ ഇയാൾ ആര് നമ്മുടെ വേർഡ്സ്വർത്ത്. അങ്ങനെ ഇൻ 1793 ഫസ്റ്റ് വിസിറ്റ് വരുന്നത്. ദെൻ സെക്കൻഡ് വിസിറ്റ് കംസ് ഇൻ 1798. 1993 ഫസ്റ്റ് വിസിറ്റ് വരുന്നത്. ദെൻ സെക്കൻഡ് വിസിറ്റ് കംസ് ഇൻ 1798 എന്ത് സെക്കൻഡ് വിസിറ്റ് നമുക്ക് വരുന്നത്. ഓക്കെ, സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകണ്ട. Then Wordsworth describes how the memory of his first visit to the abbey has remained with him and how it has influenced his understanding of the natural world. He writes, the famous opening lines of William Wordsworth's Tintern Abbey are, 5 years have passed, 5 summers with the length of 5 long winters, and again I hear these waters rolling from their mountain springs. തുടങ്ങുന്നതിന് പോയം തുടങ്ങുന്നതിന് 5 years have passed. 5 വർഷം കഴിഞ്ഞ് പോയി. 5 summers with the length of 5 long winters. കഴിഞ്ഞ 5 സമ്മറാണ്, ബട്ട് ഇറ്റ്സ് ടേക്ക് എ ലോങ് വിൻറ്റേഴ്സ്. അതായത് വിൻറ്റർ അക്കോർഡിംഗ് ടു ഇംഗ്ലീഷ് പീപ്പിൾ വിൻറ്റർ സീസൺ ഈസ് മോസ്റ്റ് ഡിഫിക്കൾട്ട് സീസൺ അക്കോർഡിംഗ് ടു ദം. അല്ലെ, അവരെ സംബന്ധിച്ച് ഏറ്റവും ഡിഫിക്കൽട്ട് സീസൺ എന്ത് വിൻറ്റർ സീസൺ എന്ന് പറയുന്നത്. സോ ഹി സേസ് ദാറ്റ് 5 years have passed, 5 വർഷം കഴിഞ്ഞ് പോയി, വിത്ത് ദ ലെങ്ത് ഓഫ് 5 long winters. അല്ലേ, എന്ത് 5 ലോങ് വിൻറ്റേഴ്സിൻ്റെ ആ ഒരു സ്പീഡ് ഉണ്ടായിരുന്നു ആ കഴിഞ്ഞ് പോയ 5 സമ്മേഴ്സിനും. അങ്ങനെ പറഞ്ഞ ഈ പോയം അത് തുടങ്ങുന്നത്. അപ്പോൾ അത്രയാണ് നമ്മുടെ വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ച് പറയാനുള്ള പോയിന്റുകൾ. ദ നെക്സ്റ്റ് വൺ സാമുവൽ ടൈലർ കോളേജ്. വി നോ ദാറ്റ് സാമുവൽ ടൈലർ കോളേജ് ഈസ് എ famous author in the Romantic period. Samuel Taylor Coleridge was an English poet, literary critic and philosopher who was a contemporary of William Wordsworth. William Wordsworth contemporary ആയിരുന്നു as and a key figure in the Romantic movement, and also he is a key figure in which movement? Romantic movement. Some of his famous works include The Rime of the Ancient Mariner, a narrative poem about a sailor who is cursed after killing an albatross. ആൽബട്രോസിനെ ആൾ കൊന്നതിന് ശേഷം അതിൻ്റെ കേഴ്സും അതിൻ്റെ ശാപങ്ങളും ഒക്കെ പറ്റിയപ്പോൾ അതിൻ്റെ വർക്കാണ് എന്ത് ദ റൈം ഓഫ് ദി ആൻഷ്യന്റ് മറൈനർ എന്ന് പറഞ്ഞ വർക്ക്. ആൻഡ് ദ സൂപ്പർ നാച്ചുറൽ ഇവൻറ്റ്സ് ദാറ്റ് ഫോളോ. അതിനെ പറ്റി ഉണ്ടാകുന്ന ഒരുപാട് സൂപ്പർ നാച്ചുറൽ ഇവൻറ്റ്സും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരുപാട് ഇവൻറ്റ്സുകൾ പറഞ്ഞു പോയത് എന്ത് ദ റൈം ഓഫ് ദി ആൻഷ്യന്റ് മറൈനർ എന്ന് പറഞ്ഞ ഒരു പോയം. നെക്സ്റ്റ് വൺ കുബ്ലാ ഖാൻ. ഇമ്പോർട്ടൻ്റ് ആണ് കുബ്ലാ ഖാൻ. A fragmentary poem that describes a visionary landscape inspired by a dream Coleridge had while under the influence of opium. Opium എന്ന് പറഞ്ഞൊരു ഡ്രഗാണ്. ആ ഡ്രഗ് അടിച്ചിരിക്കുന്ന സമയത്ത് അയാൾക്ക് തോന്നുന്ന ഒരു ഇമാജിനറി ലാൻഡിനെ കുറിച്ച് വർക്കാണ് കുബ്ലാ ഖാൻ എന്ന് പറയുന്ന വർക്ക്. നെക്സ്റ്റ് വൺ ക്രിസബൽ. A gothic tale of a young woman who is seduced by a supernatural being and rescued by a female protagonist. അതായത് ഒരു സൂപ്പർ നാച്ചുറൽ ഒരു യങ് വുമണിന് ഒരു സൂപ്പർ നാച്ചുറൽ പവർ വന്നിട്ട് എന്താ സെഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ പോകുന്ന വർക്കാണ് നമ്മുടെ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ വർക്കെടുത്ത്. നെക്സ്റ്റ് വൺ ബയോഗ്രഫി ട്രിയ. ഇറ്റ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് വർക്ക് ബിക്കോസ് an autobiographical work and critical work in which Coleridge discusses his own poetic theory and the nature of the imagination. ഈ വർക്കിൽ എന്താ പറയുന്നത് ബയോഗ്രഫി ട്രിയ എന്ന് പറഞ്ഞ വർക്കിലാണ് നമ്മുടെ കോളേജ് പറയുന്നത് എന്ത് അയാളുടെ പോയറ്റിക് ഇമാജിനേഷനെ കുറിച്ച് പറയുന്ന വർക്കാണ് എന്ത് നമ്മുടെ ബയോഗ്രഫി ലിറ്ററി എന്ന് പറയുന്ന 1870 വന്ന വർക്ക്. The Lyrical Ballads 1798 co-authored with William Wordsworth, a collection of poems that is considered a landmark in English literature and helped it to launch of the Romantic movement. Next one, the conversation poems, a series of poems in which Coleridge explores themes of friendship, love and nature. The next one on poesy of art. അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പോയംസ് എഴുതി ജസ്റ്റ് ഓർത്ത് നോക്കുക. കുബ്ലാ ഖാൻ ഇമ്പോർട്ടൻ്റ് ആണ്, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സൗണ്ട് കുറയുന്നുണ്ടോ? സൗണ്ട് എനിക്ക് സൗണ്ട് ഇല്ല ഒന്നും. അത് സൗണ്ട് ത്രോട്ട് ഇൻഫെക്ഷൻ ആണൊന്ന്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന സൗണ്ട് മനസ്സിലാവുന്നില്ലേ? എനിക്ക് സൗണ്ട് കുറവുണ്ട്, അതുകൊണ്ടാണോ അറിയില്ല. എല്ലാവർക്കും പ്രശ്നമുണ്ടോ? എല്ലാവർക്കും ഇഷ്യൂ ഉണ്ടോ? ഫോണിന്റെ ഇഷ്യൂ അല്ല, എൻ്റെ ഇഷ്യൂ ആണ് ഒന്ന്. കാരണം സൗണ്ട് ഇല്ല. ജലദോഷം പിടിച്ചിട്ട് സൗണ്ട് കുറവാണ്. നല്ല സൗണ്ട് കുറവുണ്ട്. ഒരു മിനിറ്റ്. ആണോ? ഒറ്റ മിനിറ്റ്, ഞാനൊന്ന് മാറി ഒന്ന് നോക്കട്ടെ.
ഇപ്പം എന്താ അവസ്ഥ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ഉണ്ടോ? കുറച്ചും കേൾക്കുന്നുണ്ട് ഇപ്പോൾ? കുഴപ്പമില്ല. Okay. So that's all about Samuel Taylor Coleridge. Then, what is the Bifiltria? അതും ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ഇറ്റ്സ് എ ക്രിട്ടിക്കൽ ടെക്സ്റ്റ് ബൈ നമ്മുടെ കോളേജിൻ്റെ ക്രിട്ടിക്കൽ ടെക്സ്റ്റ് ആണ് ബയോഫിൽറ്റർ എന്ന് പറയുന്ന ക്രിട്ടിക്കൽ ടെക്സ്റ്റ്. ഇറ്റ്സ് നോട്ട് ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക് ബൈ സാമുവൽ ടൈലർ കോൾറിഡ്ജ് പബ്ലിഷ്ഡ് ഇൻ 1817. It is a collection of essays, letters, and notes in which Coleridge discusses his own intellectual development and his views on literature and philosophy. The work is considered one of the most important and influential work of literary criticism in the English language. അതായത് ഇത് പറയുന്നത് എങ്ങനെയായിരിക്കണം ഹിസ് വ്യൂസ് ഓൺ ലിറ്ററേച്ചർ ആൻഡ് ഫിലോസഫി അല്ലേ, അയാളുടെ ഫിലോസഫിയെ കുറിച്ചും ലിറ്ററേച്ചറെ കുറിച്ചുള്ള വ്യൂസ് ഒക്കെ പറഞ്ഞ ടെക്സ്റ്റാണ് എന്ത് നമ്മുടെ ബയോഫിൽട്രിയ by 1817. The work is considered one of the most important and influential work of literary criticism in the English language. In Biophiltria, Coleridge discusses a wide range of topics including his early interest in literature, his friendship with William Wordsworth, and his own creative prose of a poet. ഇവിടെ പറയുന്നത് എന്ത് പറയുന്നുണ്ട്, വേർഡ്സ്വർത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഹി സേസ് ദാറ്റ് ഹിസ് ക്രിയേറ്റീവ് ഇൻട്രസ്റ്റ് ഓഫ് എസ് creative process as a poet. He also discussed his theories of imagination and the role of poet in his society. ഇതിൽ വന്നിട്ട് ഏറ്റവും വലിയൊരു പോയിൻ്റാണ് വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഫേമസ് ഒരു കോൺസെപ്റ്റാണ് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് സെക്ഷൻ ഓഫ് ബയോഫിൽട്രിയ ഈസ് കോൾഡ് ഇറ്റ്സ് ഡിസ്കഷൻ ഓഫ് ദി വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ്, which he argues is necessary for readers to fully engage with works of fiction. He also discussed the difference between the primary and secondary imagination, arguing that the former is creative force that generates new ideas, while the latter is the more analytical and critical part of the mind that evaluates those ideas. He says about two types of imagination. First one is primary imagination, second one is secondary imagination. He says that first imagination, which means primary imagination, is the former is a creative force that generates new ideas. അതായത് നമുക്ക് ന്യൂ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാനുള്ള ഇമാജിനേഷൻ ആണ് പ്രൈമറി ഇമാജിനേഷൻ. സോ വാട്ട് സെക്കൻഡറി ഇമാജിനേഷൻ? ഇൻ ദ അതർ ഹാൻഡ് secondary imagination, arguing that the former is a creative force that generates new ideas, while the later is a more analytical and critical part of the mind that evaluates those ideas. രണ്ടാമത് എന്താണ്, ആ ഐഡിയ നമ്മൾ ഇമാജിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐഡിയകൾ എന്ത് ചെയ്യുക, ക്രിട്ടിസൈസ് ചെയ്യുക അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡറി ഇമാജിനേഷൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ്? ഹി deeply explains that concept. According to Coleridge, the reader must be willing to put aside their skepticism and engage with the text as if it were real in order by to fully appreciate its artistic and emotional impact. അതായത് നമുക്ക് ഒരു സിനിമ കാണുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് തോന്നും. ഇവിടെ ഞാൻ സിനിമ പറയുന്ന കാരണം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ തെലുങ്ക് സിനിമയും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അതിലുള്ള ആക്ഷൻസും നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്തോ നടക്കുമോ തോന്നും അല്ലേ. അങ്ങനത്തെ ആ ഒരു ഇതെന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരു പോയട്രി വായിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കാൻ പാടില്ല. പോയട്രി എന്താണ്, ഇറ്റ് ടൈപ്പ് ഓഫ് ഇമാജിനേഷൻ, നോട്ട് റിയൽ നമുക്ക് സാധാരണ പോയട്രി വരുന്നത് അല്ലേ. സോ ഇഫ് യു ഹാവ് എനി സ്കെപ്റ്റിസിസം ഓർ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഒരു സംഭവം നമ്മൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ടെക്സ്റ്റ് വായിക്കാൻ പാടില്ല പറഞ്ഞത് നമ്മുടെ കോളേജ് പറയുന്നത്. അക്കോർഡിംഗ് ടു കോളേജ്, ദ റീഡർ മസ്റ്റ് ബി വില്ലിംഗ് ടു പുട്ട് അസൈഡ് ദ സ്കെപ്റ്റിസിസം ആൻഡ് എൻഗേജ് വിത്ത് ദ ടെക്സ്റ്റ് as if it were real in order to fully appreciate its artistic and emotional impact. The suspension of disbelief allows the reader to enter into the text detailedly. Okay. Then Kubla Khan, important. Kubla Khan is a famous poem by Samuel Taylor Coleridge, first published in 1916. The poem is widely considered one of the greatest works in English romantic literature. The poem is based on a dream that Coleridge had, in which he saw a magnificent palace built by Kubla Khan. Kubla Khan was Raja, and he made a palace there. The Emperor of China, in the dream, Coleridge saw the palace surrounded by a beautiful landscape filled with natural wonders such as rivers, waterfalls, and forests. The poem describes this dream in vivid detail, using rich imagery and lush language to create a sense of wonder and enchantment. The poem is divided into 3 sections. Important ആണ്, ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എത്ര സെക്ഷൻസ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 3 സെക്ഷൻസ് ആയിട്ടാണ് കുബ്ലാ ഖാൻ്റെ പോയം ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. Introduction, which sets the scene and describes the settings, the description of the palace and its surroundings, and a conclusion in which Coleridge reflects on the fleeting nature of artistic inspiration and the difficulty of capturing it in words. One of the most famous aspects of poem is its opening lines.
which describes the process of inspiration and elaborate mystic terms. അതതിൻ്റെ ഫസ്റ്റ് ലൈനാണ് കേട്ടോ, നമുക്ക് വായിക്കാൻ തരില്ല, എന്നാലും ജസ്റ്റ് നോക്കാം. ഇത് ഓർത്ത് വെക്കാൻ കുബ്ലാഖാൻ ആരിത് പോയാണ് കോൾ ചെയ്ത് പോയാണ്, ബിക്കോസ് ഹിയാൻ ഒപ്പിയം, ഒരു കറുപ്പ് എന്ന് പറഞ്ഞ സാധനം ഒരു ഡ്രഗ് അടിച്ചിരിക്കുന്ന സമയത്ത് ഒരു പോയമാണ്. ഒരു ചൈനയിലെ കിങ് കുബ്ലാഖാൻ എന്ന് പറയുന്നത് ഹി വ്യൂസ് ഹിസ് പാലസ് ആൻഡ് ദ തിങ്സ് ദാറ്റ് ഹി സീൻ ദാറ്റ് പാലസ്. എന്തൊക്കെയാ വെച്ചാൽ റിവേഴ്സ് കാണുന്നുണ്ട്, വാട്ടർഫാൾസ് കാണുന്നുണ്ട്, ആൻഡ് ഫോറസ്റ്റുകൾ കാണുന്നുണ്ട്, ദാറ്റ് ഇസ് ഓൾസ് വണ്ടേഴ്സ്, നാച്ചുറൽ വണ്ടേഴ്സ് കാണുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ പി ബി ഷെല്ലി, ഇതിൽ ഒരു പ്രാവശ്യം ക്വസ്റ്റിന് പി ബി ഷെല്ലിയുടെ പി ബി വാട്ട് നോട്ട്, പി ബി എന്ന് പറയുന്ന സാധനം എന്താണ് ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ടെറ്റിന് കേട്ടോ, അപ്പോൾ തന്നെ പറയാൻ മുന്നേ ചോദിച്ചാണ്. വാട്ട്സ് മീനിങ്, വാട്ട്സ് ദ എക്സ്പാൻഷൻ ഓഫ് പി ബി? പേഴ്സി ബൈസി ഷെല്ലിയാണ് പി ബി ഷെല്ലിയുടെ ഫുൾ ഫോം. Percy Bysshe Shelley was an English romantic poet and one of the most famous writers of the Romantic period. He is best known for his visionary experimental poetry as well as his strong romantic commitment to social and political change. Some of his most famous works include, ഇതിലൊരു വർക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല, നെസസിറ്റി ഓഫ് എത്തീസം വർക്ക് കേട്ടോ, നെസസിറ്റി ഓഫ് എത്തീസം. ഹി വാസ് എൻ എത്തീസ്റ്റ്, നമുക്കറിയാം ഹി വാസ് എൻ എത്തീസ്റ്റ്, ഒരു നിരീശ്വരവാദിയായിരുന്നു നമ്മുടെ ഷെല്ലി. So he wrote a work of necessity of atheism when he was studying in Oxford. ഓക്സ്ഫോർഡ് പഠിക്കുന്ന സമയത്ത് he wrote what essay like necessity of atheism എന്ന essay എഴുതുന്നുണ്ട് when he was studying in which college? ഓക്സ്ഫോർഡ് പഠിക്കുന്ന സമയത്താണ് ഇയാൾ ഈ ടെക്സ്റ്റ് ചെയ്യുന്നത്. Because of that he was expelled from his college. ആ കോളേജിൽ നിന്ന് എക്സ്പെൽഡ് ആയി, ബിക്കോസ് ഓഫ് ദാറ്റ് ഹി വാസ് എക്സ്പെൽഡ്, അതായത് ആ കോളേജ് പുറത്താക്കപ്പെടുന്നുണ്ട് ബിക്കോസ് ഓഫ് ദിസ് ടെക്സ്റ്റ്. ഈ ടെക്സ്റ്റ് കൊണ്ട് ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെടുന്നുണ്ട് ബിക്കോസ് ഓഫ് ദിസ് ടെക്സ്റ്റ്. ഓക്കെ, മറന്നു പോകണം കേട്ടോ. Then Ozymandias, this sonnet is one of Shelley's most famous and widely analyzed poems. It's a sonnet ആണ്, മറന്നു പോകണം കേട്ടോ. It tells the story of a traveler who comes across the ruins of a statue of the ancient Egyptian king Ramses II, which has been toppled and broken over time. അതായത് റാംസസ് സെക്കൻഡിൻ്റെ ആ ഒരു സ്റ്റാച്ചു ഒരുപാട് സമയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും, ഇങ്ങനെ ഡീക്കേയിൽ പോയിട്ടുണ്ടാവും. സോ ദാറ്റ് വാസ് ദ തീം ഓഫ് ദിസ് ലെസൺ, ഒസിമാൻഡിയസ് പോയം. നെക്സ്റ്റ് പ്രൊമിത്യസ് അൺബൗണ്ട്. പ്രൊമിത്യസ് ബൗണ്ട് ചെയ്യാനാണ് ഹു വോട്ട് പ്രൊമിത്യസ് ബൗണ്ട്? എസ്ക്ലസ് ആണ് പ്രൊമിത്യസ് ബൗണ്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. പ്രൊമിത്യസ് ബൗണ്ട് ഈസ് റിട്ടൺ ബൈ എസ്ക്ലസ് ആൻഡ് പ്രൊമിത്യസ് അൺബൗണ്ട് ഈസ് റിട്ടൺ ബൈ പേഴ്സി ബൈസി ഷെല്ലി. The epic poem, considered one of Shelley's greatest work, it tells the story of the Greek god Prometheus who defies the gods by giving fire to humanity and is punished for his rebellion. Next one, Adonais. Adonais എന്താണ്? We know that this is an elegy. Important ആണ്, മറന്നു പോകണ്ട. Adonais is an elegy written by whom? ഷെല്ലിയുടെ ഫ്രണ്ടായ ജോൺ കീറ്റ്സ് മിക്ക സമയത്ത് ജോൺ കീറ്റ്സിന് വേണ്ടി എഴുതുന്നൊരു ഒരു എലജിയാണ് എന്ത് നമ്മുടെ ഈ അഡോണൈസ് എന്ന് പറയുന്നത് കേട്ടോ. ബിക്കോസ് ദേ ബോത്ത് ഈ എലജിയിൽ this elegy was written in memory of Shelley's friend, the poet John Keats, who had died of tuberculosis at a young age. ചെറിയ പ്രായത്തിൽ തന്നെ മരിക്കുന്ന ആളാണ് നമ്മളെ ജോൺ കീറ്റ്സ് എന്ന് പറയുന്ന റൈറ്റർ. സോ ഹി റോട്ട് an elegy about John Keats. The Mask of Anarchy, this political poem, was written in response to the Peterloo massacre of 1819, in which British soldiers attacked a peaceful demonstration with political reform. It calls a non-violent resistance and social revolution. Twice Skylarkum important ആണ്. Twice Skylark, this poem is a celebration of the beauty and freedom of nature and is considered one of Shelley's most beautiful and uplifting works. അതിൽ ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഒസിമാൻഡിസ് ഇമ്പോർട്ടൻ്റ് ആണ്, ആൻഡ് മറ്റേ നമ്മുടെ സ്കൈലാർക്കും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. Ozymandias is the most written by Percy Bysshe Shelley and published in 1818. It is the story of a traveler who comes across the ruins of statue of the ancient Egyptian king Ramses II, who was known by the Greek name Ozymandias. Ozymandias ഒരു ഗ്രീക്ക് നെയിമിൽ അറിയപ്പെടുന്ന റാംസസ് സെക്കൻഡിൻ്റെ സ്റ്റാച്ചു കാണുന്ന ട്രാവലിനെ കുറിച്ച് പറഞ്ഞ ഒരു പോയമാണ് എന്ത് Ozymandias. The statue has been toppled and broken over time, and all that remains is an inscription of the pedestal which reads. ആ ഒരു സ്റ്റാച്ചു മൊത്തം തകർന്നു പോയിട്ടുണ്ട്. ആ ഒരു സ്റ്റാച്ചുവിൻ്റെ താഴെ ഒരു വേർഡ്സ് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. വാട്ട്സ് ദാറ്റ്? മൈ നെയിം ഇസ് Ozymandias, കിങ് ഓഫ് കിങ്സ്, ലുക്ക് ഓൺ മൈ വർക്ക്സ്, മൈ മൈറ്റി ആൻഡ് എസ്പയർ. ഇതാണ് ചോദിച്ചത്. അന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഈ ലൈന് തന്നു, ഹൂ റോ ദീസ് ലൈൻസ്. അല്ല പോയം അല്ല ചോദിച്ചത്, ആരാണ് ഈ ലൈൻസ് ചെയ്തത് ചോദിച്ചിട്ടോ. The poem is a meditation on the transience of power and the inevitability of time. Despite the grandiose claims made by Ozymandias, his statue lies in ruins and his empire is long gone. അതായത്
ഇൻഎവിറ്റബിലിറ്റി ഓഫ് ടൈം, എന്തായാലും ടൈം കടന്നു പോകുമെന്ന് പറഞ്ഞൊരു ആ ഒരു കൺസെപ്റ്റ് പറഞ്ഞൊരു പോയമാണിത്. ബിക്കോസ് ഒസിമാൻഡസ് ക്ലെയിംസ് സെക്കൻഡ് ഈസ് എ ഫേമസ് കിങ് ദാറ്റ് ആ ഒരു സംഭവം. സോ ഹി സേസ് ദാറ്റ് ഇൻഎവിറ്റബിലിറ്റി ഓഫ് ടൈം, വി കാൺ സ്റ്റോപ്പ് ടൈം, നമുക്ക് ഇപ്പോൾ ടൈമിന് തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഇവൻ ദ കിങ് റെയിംസ് സെക്കൻഡ് ഹാസ് റൂയിൻഡ് ഓൾ ഹിസ് wealth and all his thing in the time. Okay, the poem suggests that all human achievements are ultimately fleeting and that even the greatest moments will eventually crumble to dust. Then to Skylarkum important ആണ് is a poem by Percy Bysshe Shelley, published in 1820. It is celebration of the beauty and freedom of nature and is considered one of the Shelley's most beautiful and uplifting works. The poem is addressed to a skylark, which Shelley imagined soaring high above the earth and singing an ecstatic song. He compares the skylark's song to bright spirit. സ്കൈ കമ്പയർ ചെയ്യുന്നത് എന്തിനോടാണ്? ബ്രൈറ്റ് സ്പിരിറ്റ് എന്നാണ് അയാൾ കമ്പയർ ചെയ്യുന്നത്. That brings joy and inspiration to all who hear it. Shelley celebrates the skylark's freedom and imagines it as a symbol of the human spirit. So he take it as a skylark as a symbol of human spirit. അതായത് ഇയാൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഒരുപാട് സങ്കടങ്ങളുണ്ട്, ബട്ട് അക്കോർഡിംഗ് ടു യു ആർ വെരി പവർഫുൾ, യു ക്യാൻ ഫ്ലൈ സോർ, യു ക്യാൻ സോർ ഹൈ അല്ലേ, നിനക്ക് എത്ര ഉയരത്തിൽ വേണമെങ്കിൽ പറക്കാം, ബട്ട് വി ആർ നോട്ട് ലൈക്ക് ദാറ്റ്, നമുക്ക് എന്തല്ല അങ്ങനെ പറക്കാൻ കഴിയില്ല പറഞ്ഞാൽ നമ്മുടെ ഷെല്ലി പറയാണ്. Throughout the poem, Shelley uses rich and vivid imagery to evoke the beauty of nature and the power of the skylark song. He suggests that the skylark song is a source of divine inspiration that can lift the human spirit and connect us to something greater than ourselves. To Skylark is considered one of Shelley's most popular and enduring works that has been set to music by numerous composers. Then Adonaisim, an elegy, an elegy written by Percy Bysshe Shelley in 1821 in memory of his friend and fellow poet John Keats, who had died in tuberculosis the previous year. The poem is considered one of the greatest elegies in the English language. In this poem, Shelley mourns the loss of Keats and celebrates his life and work. ഇത്രയുള്ള കാര്യമൊന്നും പറയാനില്ല. പിന്നെ ജോൺ കീറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജോൺ കീറ്റ്സ് an important writer for the romantic period. John Keats was a renowned English poet of the romantic era, born in London in 795 and he was died in 1821. He was born in 795 and he was died in 1821. He is considered one of the most important poets of the 19th century and is known for his innovative use of language and vivid imagery. Keats began his career as a medical student but soon turned to writing poetry. He is known for his odes, which include Ode to Nightingale, Ode to Gratian and Ode to Autumn. ഇത്ര മാത്രമല്ല വേറെ ഓഡ്സ് ഉണ്ട് കേട്ടോ. That's called Great Odes of 1819. These poems are characterized by their sensuous language and their celebration of beauty, nature and the human experience. Keats was also known for his deep interest in classical literature and mythology, which inspired many of his poems. He was particularly drawn to the works of Shakespeare and the Greek poets, and his poetry often reflects his fascination with these writers. And he is very interested in Greek mythology. Greek mythology-യിലും classical mythology-യിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു അറിയാം നമ്മുടെ Keats. So we can see that some reference from the Greek mythology in his poems also. He was died of tuberculosis. Important മറന്നു പോകണ്ട കേട്ടോ. Then here are some major works of written by John Keats. Poems, that was first published collection of poetry and the poems in the collection, which included some of his most famous works such as On First Looking into Chapman's Homer and Sleep and Beauty poetry. On First Looking into Chapman's Homer is the first work അറിയപ്പെടുന്നു. It is treated as the first published work by John Keats. The next one, Endymion. Endymion, Keats' first major poem ആണ്. A long narrative poem about a young shepherd who falls in love with the moon goddess Endymion. അതായത് ചന്ദ്രദേവതയായ എൻഡീമിയനുമായിട്ട് ഒരു ദേവൻ fell in love with Endymion, god of moon goddess. A shepherd ഈ എൻഡീമിയനുമായിട്ട് ഒരു പ്രണയത്തിൽ ഏർപ്പെടുന്ന കഥയാണെന്ന് പറഞ്ഞത് എൻഡീമിയൻ പറഞ്ഞാൽ ആ ഒരു പോയതിൽ പറഞ്ഞത്. നെക്സ്റ്റ് വൺ, ലാമിയ ഇസബെല്ല, The Eve of St. Agnes and other poems. Collection of poems that include Lamia, Isabella and Eve of St. Agnes among others. Next one, Hyperion. Important and unfinished epic poem. Important and unfinished epic poem because it's not finished. So, another question which is unfinished epic by Shakespeare, John Keats. What is the meaning? What is the answer? Hyperion. Unfinished epic poem that retells the story of the Titanomachy of the war between the Titans and the Olympian gods. Then follow Hyperion, a dream, a continuation of Hyperion which Keats never finished.
ഓട്സ് കീറ്റ്സ് മോസ്റ്റ് ഫേമസ് കളക്ഷൻ ഓഫ് പോയട്രി വിച്ച് ഇൻക്ലൂഡ് ദ ഗ്രേറ്റ് ഓട്സ് സച്ചസ് ഓട്ട് നൈറ്റിംഗേൾ, ഓട്ട് ഗ്രേഷണൻ, ഓട്ട് ഓട്ടം, ഓട്ട് സൈക്കി, ഓട്ട് മോണൻ മെലങ്കോളി. ഇതാണ് ഗ്രേറ്റ് ഓട്സ് ഓഫ് 1890 കേട്ടോ. 1819 ഈ ഓടുകളൊക്കെ ഇയാൾ എഴുതുന്നത്. ലെറ്റേഴ്സ് ആണെങ്കിലോ കീറ്റ്സ് ലെറ്റേഴ്സ് ടു ഫ്രണ്ട് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് വിച്ച് ഓഫർ ഇൻസൈറ്റ് ഇൻ ടു ഹിസ് ലൈഫ് ആൻഡ് ക്രിയേറ്റീവ് പ്രോസസ്. Then also Ode to Nightingale, Ode to Gratian, Ode to Indolence, Ode to Psyche, Ode to Autumn, Ode to Melancholy. ഇതാണ് ഇതിൻ്റെ 6 ഓടുകൾ കേട്ടോ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഈ സംഭവം. ഓഡ് നൈറ്റിംഗേലിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്, ഓഡ് ഗ്രേഷനുണ്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ലോർഡ് ബൈറൺ. നമുക്ക് നിർത്താം വൈകി, നല്ല തൊണ്ട നല്ല സ്ട്രെസ് വരുന്നുണ്ട്. അപ്പോൾ നാളെ ക്ലാസ് ഉണ്ടാവും കൂടെ. എനിക്ക് ഇവിടെ അങ്ങോട്ട് ഡെയിലി ക്ലാസ് ഉണ്ടാവേ. അപ്പോൾ നാളെയും ഡേ ടൈം ക്ലാസ് ഉണ്ടാവും, നൈറ്റിലായിരിക്കില്ല. കാരണം നൈറ്റിൽ ഞാൻ ട്രാവലിംഗ് ആയിരിക്കും. അപ്പോൾ ഡേ ടൈമിൽ ക്ലാസ് വെക്കാം കേട്ടോ. മോർണിംഗോ അല്ലെങ്കിൽ ഈവനിങ് ക്ലാസ് ഉണ്ടാവാം. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന റെക്കോർഡ് ക്ലാസ് കാണാം. ഓക്കെ.